അനീഷിന്റെ കമ്പനിയിൽ എന്ത് പുതിയ സംഭവങ്ങൾ വന്നാലും അവൻ പരീക്ഷണം നടത്തുന്നത് നമ്മുടെ വീട്ടിലാണ്. അജുവേട്ടന്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ പുതിയതായിട്ട് ക്ലോറിൻ ഒഴിവാക്കി 3 മാറ്റി, ക്ലോറിന്റെ ഇതും മാറ്റി 2 മാറ്റാം. പരീക്ഷണം വിജയിച്ചെങ്കിൽ മാത്രമേ ഇതിവിടെ നടപ്പിലാക്കുള്ളൂ കേട്ടാ. എന്നിട്ട് ഇവൻ പറയണത് ശുദ്ധീകരിച്ച് വരുന്നാണ് പറയുന്നത്. ഇത്ര നല്ല വെള്ളം ഞങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നത്ര. അങ്ങനെ ഇനി അച്ഛൻ കയ്യിൽ നിന്നിട്ട് തള്ളിയതാണോന്ന് അറിയില്ല. കവറിങ് കളഞ്ഞപ്പോ അതിന്റെ ഉള്ളില് വേറൊരു ചാക്ക്, അതിന്റെ ഉള്ളില് വേറൊരു ചാക്ക്. ഇത് എന്റെ വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ സർവീസിങ്ങും എല്ലാതും നല്ല പക്കായാണ് കേട്ടാ. ധൈര്യമായിട്ട് ഇവനെ ഏൽപ്പിക്കാം. ബാക്ക് വാഷ് ചെയ്യുമ്പോ ചെടിവെള്ളം വരുന്നു. അടുത്ത ചെടിവെള്ളം കൊണ്ട് പിടിച്ചിട്ടാ. അപ്പൊ ഐസോടെ വെച്ച് പിടിപ്പിച്ചിട്ടെടുത്ത കാരണം ഇവിടെ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ചെടിവെള്ളം. ഇതിന്റെ 2ാമത്തെ കുപ്പി, 2 കുപ്പി ചെടിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വെള്ളത്തിന്റെ പുലി ധനീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹരിത ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ ഈ ഭാഗത്ത് നിന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ സിലിണ്ടറുകൾ കാണുമ്പോഴൊക്കെ അതിൽ കമന്റ് വരാറുണ്ട്. ഇത് നിങ്ങൾ ഏത് വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം ആണ് വെച്ചിട്ടുള്ളത്, ആരാണ് വെച്ചിട്ടുള്ളത്, അവരുടെ നമ്പർ തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിത് വെക്കണതും എല്ലാതും വീഡിയോ എടുത്തിട്ടുള്ളതാണ്. 3 കുറ്റി വെച്ചതിപ്പോ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതന്നെ സ്റ്റീലിന്റെ ടാങ്കൊക്കെ വെച്ചത്. അപ്പോൾ ഇപ്പം ഇനി ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാണ്. ധനീഷിന്റെ കമ്പനിയിൽ എന്ത് പുതിയ സംഭവങ്ങൾ വന്നാലും അവൻ പരീക്ഷണം നടത്തുന്നത് നമ്മുടെ വീട്ടിലാണ്. അപ്പം ഇപ്പം അതേ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് പറഞ്ഞിട്ടാണ് ആളിതേ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തിട്ടാണ് നീ ചെയ്യാൻ പോണേ? ഇപ്പം നമ്മളിവിടെ വെച്ചേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ചെറുതായിട്ട് ഞാൻ പറയാം. 3 സിലിണ്ടർ വെച്ചിട്ടുണ്ട്. 3 സിലിണ്ടറിൽ ഇതില് സാൻഡ് മീഡിയ, ഒരെണ്ണം അയൺ റിമൂവർ, 3ാമത്തെ ആക്ടിവേറ്റഡ് കാർബൺ. അപ്പൊ ആ അയൺ റിമൂവർ വർക്ക് ചെയ്യണത് ക്ലോറിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ക്ലോറിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അയൺ റിമൂവർ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ ചേട്ടന് ക്ലോറിനേഷൻ ഉപയോഗിച്ച് മുടി പൊഴിച്ചിലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ അപ്പൊ നമുക്ക് ആ ചേട്ടന്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ പുതിയതായിട്ട് ക്ലോറിൻ ഒഴിവാക്കി കളയാണ്. പലരും കമന്റിലെല്ലാം ഞാൻ നോക്കി ക്ലോറിൻ ഉപയോഗിക്കുന്നത് മോശമാണ്, മുടി കൊഴിയാന്ന് മാത്രമല്ല പലരും ക്ലോറിൻ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി കെമിക്കൽ ഉപയോഗിച്ചുള്ള പരിപാടി വേണ്ട, ഡയറക്റ്റ് നമുക്ക് പിന്നെ എല്ലായിടത്തും നിർത്തി ഈ സാധനം വെക്കല്. ഇനി അങ്ങോട്ട് ക്ലോറിൻ അപ്പൊ പക്ഷെ ക്ലോറിൻ ഉപയോഗിച്ച് ബാക്ടീരിയ പോയില്ലാന്ന് മാത്രമേ പ്രശ്നം ഉണ്ടാവും. അത് പക്ഷെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്നും തിളപ്പിച്ച് ഫിൽറ്റർ ഉണ്ടല്ലോ. അപ്പൊ ഇത് സാൻഡ് മീഡിയ, അതായത് മറ്റേ വെള്ളാരം കല്ലുകളും മണലും ഒക്കെയാണ് ഇതിൽ നിറച്ചിട്ടുള്ളത്. 1ാമത്തെ സിലിണ്ടറിൽ ചെളി റിമൂവ് ചെയ്യും അല്ലേ? അയൺ റിമൂവർ വെള്ളത്തില് നമുക്ക് നമ്മുടെ കുഴൽക്കിണർ വെള്ളം ആയതുകൊണ്ട് അയൺ കണ്ടന്റ് നന്നായി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ നമ്മുടെ ബാത്റൂമിന്റെ ടൈലും ക്ലോസറ്റും ഒക്കെ ഈ ചെളി പിടിച്ചിട്ട് ഇരിക്കണത്. അത് കളയാനുള്ളതാണ് ഇത്. പക്ഷെ ഇതിൽ ഈ അയൺ റിമൂവർ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലത്തെ അയൺ മാറ്റണമെങ്കിൽ ക്ലോറിൻ വേണം. അപ്പൊ അതിന് ക്ലോറിനും ഇതിന്റെ ഒപ്പം അടിച്ചു കൊടുത്തോണ്ടിരിക്കണം. ഒരു ക്ലോറിൻ ഡോസി പമ്പ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേലെ ഒരു കുഞ്ഞൊരു മോട്ടർ ഉണ്ട്. അത് വെച്ചിട്ട് ക്ലോറിൻ ചെറുതായിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഇതും കൂടി വരുമ്പോഴാണ് ഈ വെള്ളത്തിലത്തെ അയൺ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുള്ള ക്ലോറിൻ കളയാനുള്ളതാണ് 3ാമത്തെ. ക്ലോറിൻ എത്ര കളഞ്ഞാലും ചെറിയൊരു അംശം ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ചേട്ടൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 3 സിലിണ്ടർ വന്നത് കേട്ടാ. ഇനി ഇതൊക്കെ മാറ്റുമ്പോൾ ഒരു സിലിണ്ടർ ആക്കാൻ പോവാ. ഒരെണ്ണം നമ്മള് ബോർവെല്ലിൽ നിന്ന് മോട്ടർ അടിച്ച് കയറി പോണ രീതിയിൽ നമ്മൾ സ്റ്റീൽ ടാങ്ക് ആണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് അയണോ അങ്ങനത്തെ ഒന്നും പോകണമെങ്കിൽ സ്റ്റീൽ ടാങ്ക് കംപ്ലൈന്റ് വരും പെട്ടെന്ന്. അങ്ങനെയുള്ളതിൽ വെക്കാൻ പാടില്ല ശരിക്കും പോകല്ലേ. അപ്പൊ നമ്മൾ ഒരെണ്ണം അയൺ കളയാനായിട്ട് മുകളിലേക്ക് കയറി പോണേൽ വെക്കും. പിന്നെ ഒരെണ്ണം നമുക്ക് സാൻഡ് ഫിൽറ്റർ എടുത്ത് നമുക്ക് ടാങ്കിൽ നിന്ന് ഇറങ്ങി വരണേൽ വെക്കും. അപ്പൊ ചെളിയുടെ അംശം വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോയി. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണം. അതായത് 2 സിലിണ്ടർ തന്നെ ഉണ്ടാവുക. ഒരെണ്ണം ബോർവെല്ലിൽ നിന്ന് വെള്ളം പോണ വഴിയിൽ വെക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ അടങ്ങിയേക്കണ അയേണിനെ കളയാനായിട്ടുള്ളതാണ് അത്. കാരണം ഈ അയേൺ അടക്കമുള്ള വെള്ളം മുകളിൽ ചെന്നാൽ നമ്മുടെ സ്റ്റീലിന്റെ ടാങ്കാണ്, അത് ഓട്ട വരും. കുഴപ്പമില്ല, നിറയെ കറ പിടിക്കും. നമ്മുടെ ടാങ്കൊക്കെ ഇരിക്കണില്ല ചേട്ടാ, അതുപോലെ പഴയ ടാങ്കുള്ള പോലെ. പിന്നെ ഇതിലത്തെ ചെളിയുടെ അംശമൊന്നും പോവില്ല. അത് പിന്നെ തിരിച്ച് വരുന്ന സപ്ലൈ ഇല്ലേ, ആ വരുന്ന വഴിയിലാണ്
അടുത്ത സിലിണ്ടർ വയ്ക്കാം. അപ്പൊ ചെളി മുഴുവൻ ചെളിയും കൂടെ പോകും. നമുക്കത് ഇനി അഥവാ വല്ല ചെളിയും പോവാണെങ്കിൽ അതിനെ കളയാനായിട്ട് മിനറൽ വാട്ടർ പോലെ ആക്കാൻ വേണ്ടിട്ടാണ് അത് വരുന്ന വഴിക്ക് വേറൊരു സിലിണ്ടർ കൂടി വെക്കണം. അങ്ങനെ 2 എണ്ണം ആക്കാൻ പോവാണ്. ചെയ്യാൻ പോണത്. ഈ 3 എണ്ണം മാറ്റി ക്ലോറിന്റെ ഇതും മാറ്റി 2 എണ്ണം മാറ്റാം. അപ്പൊ തുടങ്ങിക്കോളും. അപ്പൊ ധനീഷ് ഒരു പരീക്ഷണം നമുക്ക് ആദ്യം തന്നെ ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. ഈ പരീക്ഷണം വിജയിച്ചെങ്കിൽ മാത്രമേ ഇതിവിടെ നടപ്പിലാക്കുള്ളൂ കേട്ടാ. ഇത് എന്ന് പറയുന്ന ഒരു കുപ്പിയുടെ മൂട് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മൂടിമേ ഓട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാ. അപ്പോൾ ഇതാണ്, ഈ സാധനമാണ് ഈ ഓസ്ട്രേലിയൻ മീഡിയ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സിലിണ്ടറിൽ നിറയ്ക്കാൻ പോണത്. ഏത് കുഴൽക്കിണറിൽ നിന്ന് ടാങ്കിലേക്ക് പോണ വഴിയിൽ, ആ വഴിയിൽ വെക്കാൻ പോകുന്നതിൽ ഇതായിരിക്കും നിറയ്ക്കുക. അപ്പൊ ചെളിവെള്ളം ഇപ്പൊ നമ്മള് എന്താ പറയാ ബാക്ക് വാഷ് ചെയ്യുമ്പോ വരെ ചെളിവെള്ളം നിറയ്ക്കണ കണ്ടില്ലേ, അതാണ് ഇട്ടത്. അപ്പൊ ഇത് ആദ്യം തന്നെ വന്ന ചെളിയാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വന്ന ചെളിയാണ് ഇത്. അപ്പൊ ഏതാ ഒഴിക്കണ്ടേ? ഇത് ഒഴിക്കട്ടെ. ഇത് ഒഴിക്കാൻ പോവാണ് ടൈലിക്ക്. എന്നിട്ട് ഇപ്പൊ പറയണത് ശുദ്ധീകരിച്ച് വരുന്നതാണ് പറയണത്. വെള്ളം വരുന്നുണ്ട്. എന്നിട്ട് ഓസ്ട്രേലിയൻ മാധ്യമം, ഓസ്ട്രേലിയൻ മീഡിയ, ഓസ്ട്രേലിയ വരുന്നതാണ് ഇതില്ലേ. മുകളിൽ നിൽക്കണ വെള്ളം നോക്കിയേ, മുകളിൽ നിൽക്കണ വെള്ളം കണ്ട, ചെളി വെള്ളം. അത് ശുദ്ധീകരിച്ചിട്ട് ദേ നല്ല വെള്ളമായിട്ട് നല്ല വെള്ളം. ധനീഷിന്റെ മുഖത്ത് ചിരി നോക്ക്. പുഞ്ചിരിണ്ട്, നല്ല വെള്ളമാണ് കേട്ടാ. അപ്പൊ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. പിന്നെ ഇത് ധൈര്യമായിട്ട് നിറയ്ക്കാം അല്ലേ ധനുഷേ? അപ്പൊ നമുക്ക് നേരത്തെ നല്ലോണം ചെളിയുള്ളതാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ചെളിയുള്ളതാണ് ഒഴിക്കണേ. നല്ലോണം ചെളിയുള്ളത് ഒഴിച്ചിട്ട് അത് ഫിൽട്ടറായി വന്ന സ്ഥിതിക്ക് ഇത് ഒഴിച്ച് നോക്കേണ്ട കാര്യമില്ല. ദേ നല്ല ക്ലിയർ ആയിട്ട് ഇനി വരുന്ന വെള്ളം. അപ്പൊ ദേ വെള്ളം ദേ നല്ല ക്ലിയർ ആയിട്ട് ഈ വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നമ്മള് ഒഴിക്കുന്നുണ്ടില്ല, ഈ വെള്ളം ഒഴിച്ചപ്പോ ദേ അത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇനി ഇതെന്തിട്ടത്? ഇതിനകത്താണ് നമ്മൾ മെറ്റീരിയൽ ഫില്ല് ചെയ്യണത്. ഇത് സിലിണ്ടർ ആണോ? സിലിണ്ടർ തുറക്കാൻ പോണു. ഇത് ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് എത്രയാ? 1354. ഇത് മറ്റേക്കാളും വട്ടം കൂടുതലുണ്ട് അല്ലേ? ഇതിലാണ് നമ്മൾ ആ മെറ്റീരിയൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ഈ ആസ്ട്രേലിയൻ സാധനം. എന്തായാലും ധനീഷിന്റെ പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ വീട്ടിലാന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം. അപ്പൊ എടുക്കാം അല്ലേ? ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചു സാധനം. ഇത് എന്നിട്ടൊക്കെയാ സാധനങ്ങള്? ഇത് വാൽവ് അല്ലേ? പുതിയ വാൽവ്. ഇതാണ് DMI അഡ്വാൻസ്ഡ് അയൺ റിമൂവൽ മീഡിയ, മെയ്ഡ് ഇൻ ഓസ്ട്രേലിയ. ഇത് ഉറപ്പിച്ചതിന് മുകളിലല്ലേ ഈ സാധനം? ഇത് വെറുതെ വെച്ചുള്ള നല്ല ഭംഗിയിൽ കാണാൻ. ബാക്ക് വാഷ് ഇത്രക്കിടുണ്ടോ? സിമ്പിൾ പരിപാടിയല്ലേ? ഓരോ ബുദ്ധിമുട്ടല്ലായിരുന്നു. ഓരോ മാസങ്ങൾ ചെല്ലും തോറും ഇതിന്റെ രീതിയിൽ DMI ഒരു പാക്കറ്റുകൾ കുറെ കൊണ്ടിരുന്നിട്ടാ. 3 എണ്ണം വേണം നിറയ്ക്കാൻ അല്ലേ? ഈ സാധനം ഇപ്പൊ നീ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടാണല്ലോ ചെയ്തരുന്നത്. വേറെ വല്ല വീടുകളിൽ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വരും ഇതിനിപ്പോ? ഇതിന് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു 35,000 രൂപ വരും ഒരു സിലിണ്ടർ വെക്കാനായിട്ട്. 35,000 വരെ സാധനമുള്ളത്. അപ്പൊ എല്ലാവരും പറയും റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇതുമാതിരി നിറച്ച് വരുമ്പോൾ അത്ര റേറ്റ് വരും. ഇതിന് അത്ര റേറ്റ് ഇല്ലാന്നൊന്നും ആരും കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത്. ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നതാണ്. ഇത് ഇനിഷ്യേറ്റീവ് എഞ്ചിനീയറിംഗിന്റെ വാൽവാണ്. ഇതിന് റേറ്റ് കൂടുതലുള്ള വാൽവാണ്. ആ വാൽവിനേക്കാളും റേറ്റ് കൂടുതലുള്ള വാൽവാണ്. അതുപോലെ പെൻഡേറിന്റെ വെസലാണ്. ഈ വെസലിന് തന്നെ കാശുണ്ടല്ലേ? ഈ വെസലിന് തന്നെ കാശുണ്ട്. 1354 വെസലാണ്. ഇതിന്റെ ഉള്ളിൽ ഇത്രയും മീഡിയ നിറയ്ക്കുന്നുണ്ട്. വേറെ ആൾക്കാർ ഞങ്ങളെക്കാൾ റേറ്റ് കുറവിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും പരട്ട കാർബണും മറ്റേ നമ്മൾ ബാർബിക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാർബണും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ അവിടെ കിടക്കുന്ന പെബിളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് പലതും കിട്ടാറുണ്ട്. അതായത് വേറെ ആൾക്കാർ ചെയ്തതിന്റെ റേറ്റ് കുറവ് ചെയ്തിട്ട് കംപ്ലൈന്റ് വന്നിട്ട് റീഫിൽ ചെയ്യുമ്പോൾ മിക്കതും കിട്ടാറുള്ളത് ആ പെബിളും ലോക്കൽ വേസ്റ്റ് വാട്ടറിന് ഉപയോഗിക്കുന്ന കാർബണൊക്കെയാണ് കിട്ടാറ്. നമ്മളിത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ഇത് പെൻഡേറിന്റെ വെസലാണ്. ഇത് അമേരിക്കൻ കമ്പനിയാണ്. ഇത് ഇനിഷ്യേറ്റീവിന്റെ എഞ്ചിനീയറിംഗിന്റെ വാൽവാണ്. ഇത് പൂനെന്ന് വരേണ്ടതാണ്. ഇതിൽ കേരളത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ
പുറത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ റേറ്റ് ഉണ്ടാവും. ഇനി ലോക്കൽ വേണമെങ്കിൽ നമ്മൾ ലോക്കൽ സാധനങ്ങൾ വേറെ ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കാം. റേറ്റ് കുറവിന് വേണമെന്നുള്ളവർക്ക് ഇതിന്റെ ചെറിയ വെസലും ഇതിന്റെ അളവ് ഇത്രയും വേണ്ട, കുറവ് മതി, കുറവ് കംപ്ലൈന്റ് ഉള്ളടത്ത്. നിങ്ങളുടെ വീട്ടില് ഇവിടെ അത്രയ്ക്ക് ചെളി ഇല്ലേ, ചെളിയുടെ അംശം കുറവാണ്. ഞങ്ങൾക്ക് ഇപ്പൊ പാടടുത്തായതുകൊണ്ടൊക്കെയാന്ന് തോന്നുന്നുണ്ട് ഇത്രയും ചെളി. അപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥലത്ത് ഇത്ര ചെളി ഇല്ലെങ്കിൽ ഇത്രയ്ക്കൊന്നും വേണ്ടി വരില്ല. ഓരോ സ്ഥലത്തും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് വെച്ചാൽ മതിയാവും അല്ലേ? വെള്ളത്തിന്റെ കംപ്ലൈന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനൊരു 2015 മുതൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അക്വാഗാർഡിന്റെ കമ്പനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വെള്ളത്തിനൊന്നും അധികം എല്ലായിടത്തും കംപ്ലൈന്റ് ഒന്നും ഇല്ല, കുറച്ച് സ്ഥലത്ത് മാത്രമേ വെള്ളത്തിന് കംപ്ലൈന്റ് ഉള്ളൂ. ഇപ്പൊ 2023, 2022 ഒക്കെ ആ സമയത്ത്, ഇപ്പൊ 2023 ഭയങ്കര വെള്ളത്തിന് കംപ്ലൈന്റ് ആണ് എല്ലാ സ്ഥലത്തും. ഗ്രാമപ്രദേശങ്ങളിൽ വരും. നമ്മുടെ അവിടെ നിന്ന് പോയിട്ട് ആ ചേരുംകുഴി, ഇത്ര വലിയ കുന്നും പ്രദേശമാണ്, അവിടെ വരെ വെള്ളത്തിന് കംപ്ലൈന്റ് ഉണ്ട്. അതിരപ്പള്ളിയുടെ അടുത്ത് വരെ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, കാന്തല്ലൂർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇത്രയും മലമ്പ്രദേശമാണ്. മൂന്നാർ കഴിഞ്ഞ് പോയിട്ട് നല്ല വെള്ളമുള്ള സ്ഥലത്ത് അവിടെയും വെള്ളത്തിന് കംപ്ലൈന്റ് ഉണ്ടായിട്ട് നമ്മൾ പോയി ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതിരപ്പള്ളി നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് റിസോർട്ടിൽ വരെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. പുഴ അപ്പുറത്ത് കിടക്കുന്ന പുഴ കാണാൻ, റിവർ വ്യൂ റിസോർട്ട് പുഴ കാണാനായിട്ട് വരുന്നതാണ്. പക്ഷെ നല്ല വെള്ളമുള്ള സ്ഥലം, പക്ഷെ വെള്ളത്തിന് നമ്മൾ ഈ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇത് വെക്കുന്നുണ്ട്. വെള്ളത്തിന് കംപ്ലൈന്റ് ഇല്ലാത്ത വീട്ടുകാർ വരെ വെക്കുന്നുണ്ട്. എന്തായാലും കരടൊക്കെ. എന്റെ വീട്ടിലെ വീട് പണി കഴിഞ്ഞത് 2016 ആ സമയത്ത് അച്ഛൻ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് പോക്കറ്റിൽ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ എല്ലാവിടത്തും നടന്നോളൂ. കാരണം അത്രയും ബെസ്റ്റ് വെള്ളം, ഇത്ര നല്ല വെള്ളം ഞങ്ങൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാ അത്ര. അങ്ങനെ ഇനി അച്ഛൻ കയ്യിൽ നിന്നിട്ട് തള്ളിയതാണോന്ന് അറിയില്ല. അവിടെ വെള്ളം ടെസ്റ്റ് ചെയ്യണോടത്ത് അങ്ങനെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ മാസം അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ വെള്ളത്തിന് നല്ല കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അത് കാരണം നിന്നോട് അങ്ങോട്ട് വരാൻ. അതവിടെ ടൗണല്ല, നിറയെ വീടുകൾ നിറഞ്ഞല്ലോ, ഫ്ലാറ്റുകൾ. 2016 എന്ന് പറയുമ്പോ എത്ര കൊല്ലം മുന്നേ, 7 കൊല്ലം മുന്നും അവിടെ അങ്ങനെ തന്നെയാ. നല്ല വെള്ളം, ഫ്ലാറ്റും ഒക്കെ ഉണ്ട്, നിറച്ച ആൾക്കാരുണ്ടാവും. ഏറ്റവും മോശം വെള്ളമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. നല്ല വെള്ളമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ വെള്ളത്തിന് പല ഇതുകളായി. എല്ലാ വർഷം വെള്ളം ചെക്ക് ചെയ്യണം ശരിക്കും. അപ്പൊ വെള്ളം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, മാറ്റം വരും. നീ പറഞ്ഞ ശരിയത്. എല്ലാ വർഷം നമ്മൾ വെള്ളം ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൂടി പോയി കാശ് എന്തായാലും 650-700 കൊടുക്കണം. ഒരു 2 വർഷം കൂടുമ്പോഴേലും വെള്ളം ചെക്ക് ചെയ്യുക. എവിടെയാണ് സൗജന്യമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ തൃശ്ശൂർ ഇറിഗേഷൻ ആവും. എവിടെയുണ്ട്? അപ്പൊ ഞാൻ അടുത്ത പരിപാടി ഇത് ഇനി ഫില്ല് മറ്റേതൊക്കെ മാറ്റിയിട്ട് ഒക്കെ മാറ്റാൻ പോണ്. ക്ലോറിന്റെ മാറ്റാൻ പോണു കേട്ടാ. അങ്ങനെ ക്ലോറിന് വിടാം. ഈ സാധനം ഫിറ്റീനു. ആദ്യം ഈ ശല്യാണ് നടക്കല്ലേ, അത് പോവാണ്ടിരിക്കാൻ അതിലേക്ക് തള്ളാണ്ടിരിക്കാനായിട്ട് അടിയിൽ നിന്ന് മുഴുവൻ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആദ്യം ഈ ചെറിയ വെള്ളമിറങ്ങില്ല, വെള്ളമിറങ്ങല്ല, പറയാ കോഡ്സ് ഗ്രിഡ്സ്. ഈ കല്ല് ഇത്തിരി ചെറിയ കല്ലാണ്. ഈ ചാക്കിലുള്ള സാധനമാണ് ഇതേട്ടാ. ഇതിന്റെ ഉള്ളിലേ ആ ഫസ്റ്റത്തെ വലിയ കല്ലില്ലേ അത് ഏറ്റവും അടിയിലെടുക്കും. പിന്നെ ഈ കല്ലില്ലേ ചെറുത്, അതിനേക്കാളും ചെറുത്, അത് ഇതിനുള്ളിൽ മുകളിലെടുക്കും. പിന്നെയാണ് ഈ സാധനം, ഈ ആസ്ട്രേലിയൻ സാധനം നിറയ്ക്കാൻ പോണത്. അപ്പൊ അതിന്റെ അളവ് നോക്കിയിട്ട് വേണം, അതിന് മുകളിലാണ് ഇത് ചെയ്യുക. ഇത്രയ്ക്ക് കനം വേണമെന്നുണ്ട് ഓരോ കല്ലുകളെ, അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തള്ളിപ്പോവും. ഇത് പൊടി പോലത്തെ സാധനമല്ല, തള്ളിപ്പോവും. നമ്മൾ പറഞ്ഞില്ലേ ഇതിൽ നിറയ്ക്കാൻ പോണത് 3 ചാക്ക്. അത് അതിന്റെ പ്ലാസ്റ്റിക് കവറിങ് കളഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ വേറൊരു ചാക്ക്, അതിന്റെ ഉള്ളിൽ വേറൊരു ചാക്ക്, ഇങ്ങനെ കേട്ടാണ് ഇട്ടായിരിക്കുന്നത്. ഭയങ്കര ബന്ധവസിലാണ് സാധനം ഇരിക്കുന്നത്. വേണ്ട, ഇതാണ് സാധനം. DMI 65 എന്നാണ് ഈ സാധനത്തിന്റെ പേര് കേട്ടാ. DMI 65 അല്ലേ?
മെയിൻ സാധനം വരുന്നത് മുറിക്കാനായിട്ട് അവര്. അപ്പൊ വെള്ളം പൂട്ടി സരിത അകത്തേക്ക് വെള്ളം വരില്ലേട്ടാ, നീ അകത്തേക്ക് വെള്ളം വരില്ലാന്ന്. ഇത് പുത്തനും ഇത് പഴയതായിരിക്കുമ്പോഴേ എന്തോ ഒരു ഭംഗികേട് പോലെ തോന്നുന്നുണ്ടാ. മോട്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ വെള്ളം നമ്മൾ പുറത്തേക്ക് കളയണം. അതായത് ഇതിൽ കുറെ സാധനങ്ങൾ നിറച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ചെളിയും കരിയും ഒരു കറുത്ത സാധനമല്ലേ നിറച്ചാണ്. അപ്പൊ ആ കരിവെള്ളമൊക്കെ കളഞ്ഞ് വെള്ളം ക്ലിയർ ആയതിനു ശേഷം മാത്രം നമ്മൾ ടാങ്കിലേക്ക് വിടുള്ളൂ. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ആറ് കുറ്റികൾ, നാല് കുറ്റികളുടെ നടുവിൽ 2 കുട്ടികൾ നിൽക്കുന്നു. അപ്പൊ നമ്മള് സാരിത പറഞ്ഞു കൊടുത്ത ഈ രണ്ടും നീ പറഞ്ഞോ വിശദമായി പറഞ്ഞു. അപ്പൊ നമ്മള് ഇതാണ് ഇപ്പൊ പുതിയത് വെച്ചത് കേട്ടാ. ഇതിൽ ഓസ്ട്രേലിയൻ മീഡിയ നിറച്ചത്. പിന്നെ ഇത് നമ്മൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സാധനം തന്നെയാണ്. ഇതിലെന്തിട്ടാ മറ്റേ സാൻഡ്, മറ്റേ മണലും ഇതൊക്കെ ഇല്ലേ, കല്ല് അങ്ങനത്തേക്കും അതൊക്കെ. അതൊന്നും മാറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് ഇന്നാള് മാറ്റിയിട്ട് പുതിയത് നിറച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെ. അപ്പൊ ഇതുവഴിയാണ് വെള്ളം മോളിക്ക് പോവാ. മോളിക്ക് പോയിട്ട് ടാങ്കിലെത്തിയിട്ടുള്ള വെള്ളം തിരിച്ചു വരുമ്പോൾ ഇതുവഴിയാണ് വരാം. അപ്പൊ ഇനി വല്ല ചെളിയും ഇത് കവർ ചെയ്ത് പോയെങ്കിൽ തന്നെ അത് ഇതില് തടയും. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ ബാക്ക് വാഷ് ചെയ്യണം. അതായത് ഇതിൽ അടിഞ്ഞു കൂടുന്ന ചെളി നമ്മൾ കളയണം. കളഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ലാസ്റ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഇതിന്റെ ഇത് പോവും. എന്താ പറയാ, അഴുക്കടിഞ്ഞു കൂടുന്നത് കളഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഈ 2 എണ്ണം ബാക്കിയായി. ഈ 2 എണ്ണം ഇനി നമുക്ക് വേണ്ട. ഇത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോവാ. ഇനി ബാക്കി പണി എൻ്റെ വീട്ടിലാണ്. അവിടെ എന്തുട്ടാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ ധനീഷിന്റെ അക്കാപ്പുറ എന്തായാലും ഞങ്ങൾക്ക് വീട്ടില് പരീക്ഷണം ഞങ്ങളിലൂടെ നടത്തിയത് ഭയങ്കര സന്തോഷമുണ്ട്. ശാസ്ത്രജ്ഞന്മാരൊക്കെ അല്ല, നമ്മൾ ആദ്യം ഒരു 6 കൊല്ലത്തോളം വേറെ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ നമുക്കറിയാം അത് ഉപയോഗിച്ചിട്ട് അതിന്റെ മാറ്റം, ഇത് വെച്ചതിന് ശേഷമുള്ള മാറ്റം ഉണ്ടല്ലോ, നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മളുടെ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിലൊക്കെ വെള്ള, ക്ലോസറ്റും എല്ലാം വെള്ളയാ, വാഷ് ബേസിനൊക്കെ വെള്ളയാ. അപ്പൊ ചെളി വെള്ളം വന്നാൽ ഇനി ഒരു രക്ഷയില്ല. ഇനിയൊന്നും പൊളിച്ചു പണിയിൽ നടക്കില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ 1.5 വർഷമായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, അപ്പൊ ഇപ്പൊ ഇനി ഇത് ഒന്നും കൂടി നല്ലതാണ് വെച്ചേക്കണത് അല്ലെ, കുറച്ചുകൂടി അഡ്വാൻസ്. അതായത് മുകളിൽ സ്റ്റീൽ ടാങ്ക് വെച്ചിട്ട് ചൂടുവെള്ളം നല്ല തണുത്ത വെള്ളം തന്നെയല്ലേ? ചൂടുവെള്ളം വന്നിട്ടില്ല ഇതുവരെയും. അല്ലെങ്കിൽ നമുക്ക് വെള്ളം സാധാരണ പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിൽ ചൂടാവും. പിന്നെ ഇത് നല്ല പ്ലാസ്റ്റിക് ടാങ്ക് ആണ്. സ്റ്റീൽ ടാങ്ക് ആകുമ്പോ പ്രത്യേകിച്ച് അറിയാം, ഇപ്പൊ നോക്കിയറിയാം വെയിലടിച്ചിട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാണ് സൂര്യപ്രകാശം. അപ്പൊ വെള്ളം ചൂടാവില്ല ടാങ്കില്. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞ പോലെ ധനീഷ് ഇപ്പൊ നമുക്ക് വെച്ച് തന്നു. നമ്മള് വെച്ച് കുറച്ചാൾ കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഗുണം അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനീഷിന്റെ ഫോൺ നമ്പർ, അക്കോപ്രോരെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. പിന്നെ കണ്ടമാനം ഫിൽറ്ററുകളുണ്ട്. നമ്മുടെ അടുക്കളയിൽ വെച്ചിട്ടുള്ള ഫിൽറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എപ്പോഴും കാണുന്നതാണ്. അതുപോലത്തെ കുറേ മോഡൽ ഫിൽറ്ററുകളുണ്ട്. പുതിയ മോഡലാണല്ലോ വാൽവ്, പുതിയതായി. ആ വാൽവാണ് ഫസ്റ്റ് വെച്ചത്. ആ വാൽവിന്ന് പിന്നെ ഈ വാൽവ് വെച്ച് പിന്നെ ഇത് വെച്ച്. ഇവിടെ നല്ല ഭംഗിയുണ്ടായി കാണാം അല്ലേ? അത് നമുക്ക് മാറ്റാം. അപ്പൊ ഇതിന്റെ ഫോൺ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധനീഷ് ഇത് വെച്ച് ഇങ്ങനത്തെ ഏതാ നിങ്ങളുടെ വെള്ളം പരിശോധിച്ചിട്ട് വെച്ച് തരും. പിന്നെ ഇവന്റെ ഇത് വെക്കുമ്പോഴത്തെ ഗുണം എന്താ, ഇവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അടുത്ത് മാത്രമല്ല, ഇവൻ വെച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിക്കും. കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, വെള്ളത്തിന് ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഗുണമുണ്ട് ആള്. അപ്പോൾ സർവീസിങ്ങും എല്ലാതും നല്ല പക്കായാണ് കേട്ടോ. ധൈര്യമായിട്ട് ഇവനെ ഏൽപ്പിക്കാം. ഇനി ബാക്കി പണി എൻ്റെ വീട്ടിലാണ് കേട്ടോ.